വഹാബികളുടെ അച്ചാരം വാങ്ങി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാർ. ഇപ്പൊ ഇന്നലെ ഒരുത്തം വന്നിട്ടുണ്ട്, ഓനക്ക് മിനിഞ്ഞാന്ന് നമ്മളൊന്ന് കൊടുത്തതാ. ഓന് പണ്ടൊരു വലിയൊരു വരവ് വന്നിരുന്നു. നമ്മളെ കീഴ്പറമ്പിൽ നമ്മൾ പ്രസംഗിച്ചപ്പോ സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരായി ആലപ്പുഴക്കാരൻ ഒരു യൂട്യൂബർ മൗലവി ഉണ്ട്, ഒരു വഹാബി കൂട്ടിക്കൊടുപ്പുകാരൻ, അൻസാരി സുഹരി എന്നു പേരുള്ള ഒരു സുഹരിക്കുട്ടൻ. ഓന് രംഗത്ത് വന്നിട്ടോ കുഞ്ഞാപ്പോയതാ. നമ്മൾ പറഞ്ഞു സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരെ തൊട്ടാൽ കൈകാര്യം ചെയ്തിരിക്കും ആദർശപരമായി. അത് നമ്മൾ പറഞ്ഞു. ഓനക്ക് അങ്ങനെ തിരിച്ചു കിട്ടിയിട്ട് പരിചയമില്ല. ഓൻ എല്ലാരും അങ്ങോട്ട് പുറം കയറിയിട്ടേ പരിചയമുള്ളൂ. അങ്ങനെ നമ്മൾ കീഴ്പറമ്പിൽ നിന്ന് പ്രസംഗിച്ചു. സുന്നത്തി ജമാഅത്തിന്റെ ഹക്കായ വഴിക്കെതിരെ, ദിക്റിനെതിരെ, മശായിഖന്മാരോടുള്ള ആദരവിന്റെ ഭാഗമായി അവരുടെ കൈകാലുകൾ മുത്തുന്നതിനെതിരെ വന്നപ്പോ നമ്മൾ പറഞ്ഞു അത് വഹാബിവാദാണ്, അത് വഹാബിസത്തിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന ആളാണ് ഇവനെ ശ്രദ്ധിക്കണം. പ്രസംഗം കഴിയുമ്പോഴത്തേന് ഓനക്ക് ഇങ്ങോട്ട് കലിപ്പ് കയറിയിട്ട് അടങ്ങണില്ല. ഓന് മീൻ പൊരിക്കാൻ പോയോടത്തുനിന്ന് ലൈവ് ചെയ്തു. മീൻ പൊരിക്കാൻ പോയോടത്തുനിന്ന് അടുക്കളയിൽ നിന്ന് ലൈവ് ചെയ്യുക. അത് തീരണേന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു, പരിപാടിയുടെ അവസാനം ഹസനി ഉസ്താദാണ്ട് പൂർത്തിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മൂപ്പരിങ്ങനെ നിന്നു. ഇപ്പൊ 4 ദിവസം മുമ്പ് വന്നപ്പോ മിനിഞ്ഞാന്ന് നമ്മളാണ്ട് പൂർത്തിയാക്കി കൊടുക്കും. അത് വൃത്തിയാക്കി കൊടുത്തു. 2 ദിവസം മുമ്പ് വന്ന വരവ് ഭയങ്കര ഊക്കിലുള്ള വരവായിരുന്നു. എന്തായിരുന്നു, എവിടെ കുഞ്ഞഹമ്മദ്, ഈ ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നരത്തേക്ക് എന്നെ പറ്റി പറഞ്ഞ ചീനാമുളകാണ്, അതിന്റെ റിയാക്ഷൻ മോഡൽ ഉണ്ടായിരിക്കും, അങ്ങനാക്കും ഇങ്ങനാക്കും, എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ 2 മീനും കൂടി അവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് മിഞ്ഞാന്ന് കിട്ടണ്ടാണ്ട് കിട്ടിയേക്കുമ്പോ മീനിന്റെ ഒരു വർത്താനമില്ല. ആ മീൻ ചീഞ്ഞോ ഇപ്പൊ ചീരമുളക് ചീഞ്ഞമുളകായി, ഇപ്പൊ മീനും ചീഞ്ഞോണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതൊക്കെ കഴിഞ്ഞപ്പോണ്ട് ഇപ്പൊ ഒരു ഉപദേശിയായിട്ട് രംഗത്ത് വന്നിക്ക. എന്തോ ഒരു നല്ല മോനാ, ഓന്റെ ഒരു ഉപദേശേ. അത് പണ്ടൊരാൾ വയനാട്ടിൽ പോയ കഥ പറയലുണ്ടല്ലോ, നെല്ലിക്കുത്ത് ഉസ്താദ്. എന്താ പോകുമ്പോ ഭയങ്കര ഉക്കായിരുന്നു, എവിടുക്കാ, വയനാട്ടിലേക്കാ. തിരിച്ചുണ്ട് വന്ന് നോക്കുമ്പോളോ എവിടുന്ന, വയനാട്ടിന്നാ. ധൈര്യം ഉണ്ടെങ്കിൽ ചീനാമുളകിന്റെ റിയാക്ഷൻ ഉണ്ടാവും. ഒന്നാണ്ട് കൊടുത്ത് ചെറിയൊരു ടെസ്റ്റ് ഡോസ് അത് തുടങ്ങി വെച്ചിട്ടുള്ള ഞങ്ങളെ സിദ്ധാന്തം എന്താ അറിയോ, തുടങ്ങരുത്, തുടങ്ങിയാൽ മുടങ്ങരുത്. ഞങ്ങൾ ഒരു ടെസ്റ്റ് ഡോസ് ഉണ്ട് തന്നപ്പോഴോ വയനാട്ടിന്നാ, ഒരു ഉസാറ് കുറവ്. ഓനക്ക് പറയണ്ട എന്താ, പറഞ്ഞ ഒരൊറ്റ വിഷയത്തിനും മറുപടിയില്ല, ഒരൊറ്റ വിഷയത്തിനും മറുപടിയില്ല. നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ചോദിക്കുക, ഒരു മാല, മഹാനരായ മടവൂർ ശൈഖുനെ കുറിച്ച് ഒരു പാട്ടുകാരൻ, ഒരു ഉസ്താദ് പാടിയ പാട്ട്, ആ പാട്ടിട്ടിട്ട് ചോദിക്കുക, എന്താപ്പ ഈ പറഞ്ഞത്, ഇതാരുടെ വാദാ, ഏത് വേണ്ടി വന്നാൽ ഇബിലീസും മടവൂരിൻ കൊടിയത് ചൂടും എന്ന പാട്ടുണ്ടല്ലോ, വേണമെങ്കിൽ അവനെയും പഴയതുപോലെ ആക്കും, മലക്കുകളുടെ ഗുരുവാക്കും എന്നൊക്കെ ഉണ്ടല്ലോ, ഇതിനെന്താ തെളിവ് ഒന്ന് പറഞ്ഞുതരോ? ചെങ്ങായിജി ലോകത്തൊന്നല്ലേ, ഇവിടെ കേരളത്തില് ആ വിഷയം പ്രമാണബദ്ധമായി എത്ര ഭംഗിയായിട്ട് വന്യരായ ഹസനി ഉസ്താദും അൻവരി ഉസ്താദും ഇവിടെ വിവരിച്ചത്. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അങ്ങനത്തെ കുഞ്ഞാടുകൾ വഹാബീസം വിസർജിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോ ആ മാല എവിടെയും വിഷയാക്കിയത് വഹാബികള്. കായക്കോട് ഹനീഫക്ക് വെള്ളിയിരുന്നാളും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്ന സന്തോഷം എല്ലാ മൗലവിമാർക്കും, വിസ്ഡം മുജാഹിദിനും ഔദ്യോഗിക മുജാഹിദിനും എല്ലാവർക്കും സന്തോഷം, ബാലുശ്ശേരിക്കും സന്തോഷം, ഫൈസൽ മൗലവിക്കും സന്തോഷം. എന്താ ഇവരുടെ ഈ വഹാബീസത്തിലേക്കുള്ള നീക്ക? അപ്പൊ ചോദിക്കുക, അപ്പൊ അത് നമ്മൾ കൃത്യമായ രൂപത്തിൽ അത് വിശദീകരിച്ചു കൊടുത്തു. നിങ്ങളാ ഭാഗത്ത് തന്നെയുള്ള ഒരു AP സമസ്തയിലെ ഈ വഹാബി ആശയം പേറുന്ന പേരോട്ടി സമ്പാദിച്ച ഒരു മദനി, അയാളെ ശരിക്ക് കുളിപ്പിച്ച് കെടുത്തില്ലേ? അപ്പൊ എനിക്കുള്ള പ്രശ്നം എന്താ, ഖബറടക്കും, പൊളിച്ചടക്കും, തേച്ചൊട്ടിക്കും, ഇതൊക്കെ ആരെ ശൈലിയാ? ആ കപ്പുറത്തേക്കൊന്ന് തിരിഞ്ഞു നോക്ക്, എന്നിട്ട് പറയും ഈ ഖബറടക്കലും പരിപാടിയൊക്കെ
ഇങ്ങണ്ട് എന്താണോ പ്രയോഗിച്ചത് നിങ്ങളോട് അങ്ങനെ സൂഫിയാക്കൾക്ക് പറ്റുമോ? സൂഫിയാക്കൾ എന്ന് പറഞ്ഞാലേ അള്ളാഹുടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാ, റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ച് മശായിഖന്മാരെ വഴിയിൽ ജീവിക്കണവരാ. അത് അങ്ങനെ കൊടുക്കണ്ട, അങ്ങനെ തന്നെ കൊടുക്കും. ഇത് അതല്ലേ ഖുർആന്റെ ഭാഷ. അതേ ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട് തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്ബ്. രണ്ടും ഖുർആനാ. മനസ്സിലായില്ല എനിക്ക്? കമാ തദീനു തുദാനു. എങ്ങനെയാണോ നിങ്ങളങ്ങണ്ടുള്ള വരവ്, മാന്യായിട്ടാണോ? മാന്യായിട്ട് അങ്ങോട്ടുണ്ടാവും. പിടുത്തം വിട്ട ചീനാമുളകിന്റെ റിയാക്ഷൻ ആയിട്ടാണോ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാന്താരിയായിട്ട് അങ്ങോട്ടും കിട്ടും. അതിന് പറ്റുമെങ്കിൽ ഇതിന് പണിക്ക് വന്നാ മതി, ഇല്ലെങ്കിൽ വരരുത് ഈ പണിക്ക്. അപ്പൊ ഇങ്ങണ്ട് കബറടക്കാൻ വരുമ്പോ ഞങ്ങൾ ചാവടിയന്തരം നടത്തും, ഞങ്ങൾ അടിയന്തരം നടത്തും നിങ്ങളെ ആദർശപരമായിട്ട്. അപ്പൊ അതിവിടെ നടത്തി. ഇപ്പൊ ആ മൗലവി കിടന്ന് ഇങ്ങനെ ഉരുളുക, വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുക, ഇവൻ ശ്രമിച്ച പോലെ. ഈ സുഹരി മിനിഞ്ഞാന്ന് ഞങ്ങൾ കൃത്യമായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനെതിരെ നിങ്ങൾ പറഞ്ഞ 3 വാദങ്ങൾ കൃത്യമായി പ്രധാനമായിട്ട് ഞങ്ങൾ എടുത്ത് ഉദ്ധരിച്ചു. എന്തേക്കമാന്ന് മിണ്ടാതെ പോയത്? എന്നിട്ടിപ്പോ പാട്ടുമായിട്ട് വന്നിക്ക. മടവൂരിനെ പറ്റി ഇങ്ങനെ പാട്ടില്ലേ, അത് പഠിച്ച് അതൊന്ന് പറഞ്ഞു തരുമോന്ന്. ആഴ്സനി ഉസ്താദിന്റെ അൻവർ ഉസ്താദിന്റെ വഴല് ഇതൊന്ന് ഒറ്റക്കിരുന്നിട്ട് കേക്ക്. ഒരു ഈസജന്റെ മീൻപൊരിയൊക്കെ ഒന്ന് മാറ്റിയേക്ക്. അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളെയും മറ്റവരൊക്കെ വെറുതെ ചെങ്ങായി തലേക്കെട്ടും കെട്ടിയിട്ട് മനുഷ്യന്മാരെ പറയിപ്പിക്കാൻ, ഈ മൊയിലേക്കന്മാരെ പറയിപ്പിക്കാൻ അന്യം മൊയിലേരായിട്ടല്ല സമൂഹം കാണുന്നത്. അത് അങ്ങനെ കാണുമ്പോ പൊന്നാര മാണിക്കല്ലേ ഓന് നമ്മളോട് ഉപദേശിച്ചതല്ലേ, സൗമ്യനല്ലേ, ഇപ്പൊ ചീനമുളകല്ലല്ലോ, ചീഞ്ഞമുളകല്ലേ. അപ്പൊ നമ്മൾ പറയാ പൊന്നാര മുത്തുമണിയ മാണിക്കല്ലേ, അന്യം മൊയിലേരായിട്ടല്ലേ ആൾക്കാർ കാണുന്നത്. ആ കാണുന്ന സമയത്ത് ആ അമുസ്ലിമീങ്ങളായ സ്ത്രീകൾ പോലും അന്നങ്ങനെ ഇട്ടിട്ട് തേച്ചൊട്ടിക്കല്ലേ. അതിനെന്തിനാ ജി വഴിയൊരുക്കണ്? അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അഹ്സനി ഉസ്താദ് അൻവർ ഉസ്താദൊക്കെ ആ വിഷയത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നിരുന്നിന്റെ കുട്ടി നന്നായി പഠിക്ക്, അതൊന്ന് പഠിക്ക്. ആ റിഫായിമാലയിലൊക്കെ ഉണ്ടല്ലോ, ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇഫൾ നീ എന്നെ തുടരെന്ന് ചൊന്നോവർ, എങ്കിൽ നിന്നെ ഞാൻ അവല് മഖാമതിൽ ആക്കുവാൻ എന്ന് കരുതി പറഞ്ഞോവർ. റിഫായിൻ മാല, ആ മാല അതിനെ വിശദീകരിച്ച് ഞങ്ങളെ ഉസ്താദുമാര് ഭംഗിയായിട്ട് ഇമാമിങ്ങളെ ഗ്രന്ഥങ്ങൾ വെച്ച് ആ ഭംഗിയായിട്ട് ആ വിഷയം പറഞ്ഞിട്ട് ഒന്ന് പഠിക്കുക. അത് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടരുത്. നമ്മള് പറയണ എന്താ അറിയോ, ഈ വർത്തമാനകാല സമൂഹത്തിൽ ഇബിലീസിനെ നന്നാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഇബിലീസിനെക്കാളും നന്നാക്കേണ്ടത് ആ ഇബിലീസാകുന്ന ഒറിജിനൽ ഇബിലീസിന്റെ മകനായ നിന്നെ പോലെയുള്ള ഈ ഇബിലീസിന്റെ ആശയത്തിലേക്ക് ജനങ്ങളെ യൂട്യൂബ് വഴി കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന നിന്നെ പോലെയുള്ള ആളുകളെ നന്നാക്കലാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നന്മ. അപ്പൊ അതുകൊണ്ട് വളരെ നന്മ ഉദ്ദേശിച്ച് നമ്മളെ സുഹരിക്കുട്ടനോട് പറയാനുള്ളത് ശ്രദ്ധിക്കുക, അതൊക്കെ ഒന്ന് പഠിക്കുക. ആ വിഷയങ്ങൾ എത്രയോ ചെറുപ്പക്കാര് പൊന്നാര മുത്തുമണി അന്റെ പ്രവർത്തനം കൊണ്ട് എന്താ ദീനിന് ഹൈറ്, എന്ത് ഹൈറാ ദീനിലുള്ളത്? ഈ ഒരു കാര്യം ചിന്തിക്കണ്ടേ? ഈ തലേക്കെട്ട് കെട്ടി ഒരു ബിരുദധാരിയല്ലേ, ഒരു സുഹരിയല്ലേ, ഒരു ബിരുദധാരിയല്ലേ? അന്നെ കൊണ്ട് എത്ര മുസ്ലിം ചെറുപ്പക്കാര് അവർക്ക് മതം പഠിക്കാൻ അവസരം കിട്ടാത്ത പാവങ്ങളായ നിഷ്കളങ്കരായ ആളുകള് ഈ യൂട്യൂബിലൂടെ നിന്റെ ഈ വഹാബി വിസർജ്യം കേട്ടിട്ട്, ഈ വഹാബി ആശയത്തിന്റെ പ്രചരണത്തിലൂടെ എത്ര മുസ്ലിം ചെറുപ്പക്കാര് വഴികേടിലേക്കാവുന്നുണ്ട്. കൂട്ടുകാരെ, നമ്മൾ ചിന്തിക്കണ്ടേ? എത്ര ആളുകളാ ഇയാളെ കൊണ്ട് പരിശുദ്ധ ദീനിന്റെ സുന്നത്തി ജമാഅത്തിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്? കാരണം ഇയാൾ പ്രവർത്തിച്ചു വന്ന ഈ തീവ്രവാദം, ഭീകരവാദം, അത് സമൂഹത്തിലേക്ക് ഈ വെറുപ്പുൽപാദനത്തിന്റെ സംവിധാനങ്ങളിൽ ഇയാൾ പ്രവർത്തിച്ചതാ. അപ്പൊ അതിന്റെ ഒരു ടച്ച് സൂഫിയാക്കളുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. പിന്നെ ഇവരാരോടാ ചാരി നിൽക്കുന്നത്? സലഫികളോടാണ്. ഇയാളുടെ ഓരോ പരിപാടികളും വരുമ്പോ, ഓരോ വീഡിയോകളും വരുമ്പോ അതിന് അഭിനന്ദനം അറിയിക്കുന്നതാരാ? കേരളത്തിലെ വഹാബി മൗലവിമാരാ. അഭിനന്ദനം അറിയിക്കുക. കാരണം എന്താ? നീ എടുക്കുന്ന പണി,
നിന്റെ വീഡിയോകൾക്ക് വ്യൂസുകളുണ്ട്. ആ വ്യൂസുകളിലേക്ക്, ആ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഈ വഹാബി വിഷബീജമാണ് നീ കുത്തിവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ സമുദായത്തിൽ വലിയ അപകടമല്ലേ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നീ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമിൽ നീങ്ങി ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തേച്ചൊപ്പിച്ച് നിൽക്കുന്നതും പല സഹായങ്ങളും ചെയ്യുന്നതും എന്തിനു വേണ്ടിയാന്നൊക്കെ ഇവിടെ ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ ISIS റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വിതറലുകളും വീശലുകളും ഒക്കെ ഹിഡൻ അജണ്ടയായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളിൽ പ്രവർത്തിച്ച നീ അവസാനം സലഫി ആശയധാരയെ പുണർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വഹാബീസത്തിലേക്ക് ഒരുപാട് ചെറുപ്പക്കാരെ നീ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, പൊന്നാര സുഹരിക്കുട്ട, അന്റെ മതേതാ, ജേതാ ജാതി അറിയാതെ ചോദിക്കുകയാണ്. ഏത് വഹാബി പാതിരിനെയാണ് പിന്തുണക്കുന്നത്? ഏത് വഹാബി പുരോഹിതനെയാണ് നീ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് നീ നേതാവായി അംഗീകരിക്കുന്നത്? അതുകൊണ്ടല്ലേ നിന്റെ വായിൽ നിന്ന് ദീനിന്റെ മഹാന്മാരായ മശായിഖന്മാരും മുത്തു റസൂലൊക്കെ പഠിപ്പിച്ച ദിക്റിനെ പരിഹസിച്ചുകൊണ്ട് പിറു എന്നുള്ള ശൈലി കൊണ്ടുവന്നില്ലേ? ദിക്റ് ചെല്ലുന്നതിനെ പറ്റിയിട്ട്, കടം വീടുന്ന ദിക്റിനെ പറ്റി കളിയാക്കിയിട്ട് വഹാബി ശൈലിയിൽ പിറു എന്നിങ്ങനെ ചെല്ലിയാ മതി എന്ന് ചോദിച്ചില്ലേ? നിന്റെ മതേതാ ചങ്ങായി? ഏതാണ് അന്റെ ജാതി? ഏതാ അന്റെ നേതാവാരാ? ഏത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത്? അതിന് ഞാൻ മറുപടി പറഞ്ഞില്ലേ? ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ കടം വീടാനുള്ള സലാത്ത് കൊടുക്കുന്ന ക്ലിപ്പിട്ടില്ലേ? എന്തേ സുഹരിക്കുട്ട, അണ്ണാക്കില് പിണ്ണാക്ക് കുടുങ്ങിയോ? എന്തേ മിണ്ടിയില്ലല്ലോ? നോക്കെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ടങ്ങട്ട് കടം വീടോ? ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ നടത്തിയപ്പോ മഹാന്മാരായ താബിഈങ്ങളിൽപ്പെട്ട മഹാൻ ഇബ്നുൽ മുൻകദിർ തങ്ങൾ, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ സംഭവം ഞാൻ എടുത്ത് ഉദ്ധരിച്ചില്ലേ? ഇബ്നു അബി ദുനിയ തങ്ങൾ മുജാബുദ് ദഅവയിൽ ഉദ്ധരിച്ച സംഭവം ഞാൻ കേൾപ്പിച്ചില്ലേ? അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ലല്ലോ സുഹരിക്കുട്ട. എന്തു പറ്റിപ്പോയി? ഷാദുലി റാത്തീബിനെതിരെ, പൊതുവായി ഷാദുലി റാത്തീബിന്റെ ആട്ടത്തിനെതിരെ നീ സംസാരിച്ചില്ലേ? വഹാബികൾ DJ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇടുന്ന അതേ രൂപത്തിൽ തന്നെ നീ അത് ഇട്ടിട്ട് കളിയാക്കിയില്ലേ? സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് AP വിഭാഗത്തിന്റെ സൈബർ തൊഴിലാളികളായ ആളുകൾ പരിഹസിച്ചില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? ഏതൊക്കെ രൂപത്തിലുള്ള വൃത്തികെട്ട പരാമർശങ്ങളാണ് നടത്തിയത്? അതിനെതിരെ പ്രമാണമായി ഞങ്ങൾ പ്രതികരിച്ചപ്പോ എന്തേ സുഹരിക്കുട്ടാം ഉണ്ടാതെ പോയത്? മൂന്നാമതായി, മഹാന്മാരായ അമ്പിയാക്കളെ ഔലിയാക്കളെ ആദരിച്ച് കാൽമുത്തുക. ഒരാൾ ആദരിച്ച് ഒരാളെ കാലുമുത്തിയ തൗഹീദ് പൊളിയും എന്ന വാദം ഈ പൊതുവായി കൊണ്ടുവന്നില്ലേ? എന്തൊക്കെയാ അവതരിപ്പിച്ചത്? അനക്ക് ഓർമ്മണ്ടോ അവതരിപ്പിച്ചത്? ഈ ചിന്തിക്കുന്നുണ്ടോ നീ ആ പറയുന്നതിന്റെ അപകടം എത്രയാണെന്ന്? തൗഹീദ് അങ്ങോട്ട് പൊളിഞ്ഞു പോവുക കാലുമുത്തുമ്പോഴേക്ക്. ആദരവിന്റെ ഭാഗമായി ഹബീബരായ തങ്ങളുടെ കാല് മഹത്തുക്കളായ സഹാബത്ത് മുത്തിയിട്ടുണ്ട്. കുന്നാ നുഖബ്ബിലു യദഹു വരിജ്ലഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകാലുകൾ മഹാന്മാരായ സഹാബത്ത് സാക്ഷ്യപ്പെടുത്ത ഞങ്ങൾ മുത്താറുണ്ടായിരുന്നു ഇല്ലേ? ഇതിനെക്കുറിച്ചൊന്നും സുഹരിക്കുട്ടം മിണ്ടിയില്ലല്ലോ. എന്തു പറ്റിപ്പോയി? ഇനി ഞാൻ ചോദിക്കട്ടെ, അന്ന് നീ ചോദിച്ചില്ലേ, സ്വാത്വികരായ ഏതെങ്കിലും മുൻഗാമികളായ ഉലമാ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ, അവരാരെങ്കിലും അവരുടെ ഗുരുവര്യന്മാരുടെ കാലുമുത്തി വലിച്ചിട്ടുണ്ടോ എന്ന് ഈ പരിഹാസ രൂപേണ ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ, മഹാന്മാരായ സയ്യിദുനാ ഇസ്മായിലുൽ ഹളറമി തങ്ങൾ മശായിഖന്മാരിൽ ഉന്നതനാണ്. അവര് പറഞ്ഞില്ലേ, മൻ ഖബ്ബല ഖദമി ദഖലൽ ജന്ന എന്ന് ഇസ്മായിലുൽ ഹളറമി തങ്ങളുടെ പ്രസ്താവന ഞാൻ പറഞ്ഞില്ലേ? എന്തേ സുഹരിക്കുട്ട ഒന്നും മുണ്ടിയില്ലല്ലോ? അങ്ങനെ അങ്ങോട്ട് ഒളിച്ചോടാൻ പറ്റുമോ? ഇത്തരം ദീനീ വിരുദ്ധമായ വാദങ്ങൾ വാദിച്ച് നിങ്ങൾക്കൊരു പക്ഷേ വഹാബികളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കും, വീഡിയോക്ക് വ്യൂസ് കൂട്ടാൻ കഴിഞ്ഞേക്കും. പക്ഷേ നീ ചെയ്യുന്ന പ്രവൃത്തി എത്രമാത്രം പാതകമാണ് സുഹരിക്കുട്ട. നീ ഒരാളെയും സുന്നത്തി ജമാഅത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷേ സുന്നത്തി ജമാഅത്തിലുള്ള ആളുകളെ നിന്റെ മൊയ്ലിയരാണ് എന്റെ വേഷം കണ്ടിട്ട്, എന്റെ വീഡിയോ കണ്ടിട്ട് എത്ര പാവപ്പെട്ട ചെറുപ്പക്കാര് ബിദ്അത്തിന്റെ ആശയത്തിലേക്ക് പോകുന്നു, പിഴച്ച വിഷയത്തിലേക്ക് പോകുന്നു, ഇബ്ലീസിന്റെ ആശയത്തിലേക്ക് നിങ്ങൾ ആളുകളെ കൂട്ടിക്കൊടുക്കുകയല്ലേ? അപ്പൊ നീ നന്നാവണ്ടേ സുഹരിക്കുട്ട? അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് വലിയ തകരാറ് സംഭവിക്കൂലേ?
ഈ ഉമ്മത്തിന് വലിയ നാശമല്ലേ അതുകൊണ്ടുണ്ടാകുന്നത്? വ്യൂസ് കൂടുതൽ കിട്ടും, ആ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും, അനക്ക് സുഭിക്ഷായിട്ട് ഭക്ഷിക്കുക, അനക്ക് നല്ല ഫുഡ് അടിക്കുക, കോഴി ബിരിയാണി അടിക്കുക, അനക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകും. പക്ഷേ ആഖിറണ്ട് സൂരിക്കുട്ട, മറന്നു പോകരുത്. ഈ മശായിഖന്മാരെ ചീത്ത പറഞ്ഞ്, ഈ ഷാദുലി റാത്തീപ്പിനെ പരിഹസിച്ച്, ഈ വിക്രനെ പിറുപിറുപിറു എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ച്, ഈ രൂപത്തിലൊക്കെ ആക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന യൂട്യൂബ് വരുമാനം കൊണ്ടുപോയിട്ട് ആ നിഷ്കളങ്കരായ എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ, എൻ്റെ ഭാര്യക്ക് തിന്നാൻ കൊടുത്താൽ, ഈ ഹറാമ് തിന്നിട്ടല്ലേ അവറ്റികൾ വളരുന്നത് സൂരിക്കുട്ട. എത്രമാത്രം പാതകായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണ്ടേ? ഒന്ന് നന്നായിക്കൂടെ പൊന്നാരമാണിക്കല്ലേ? സ്നേഹത്തോടു കൂടി ചോദിക്കാണ്. കാരണം ചീനാമുളകിന്റെ ഉസാറിപ്പനക്ക് ഇല്ലല്ലോ. അപ്പൊ ആ നല്ല ആൾക്ക് എന്നോടും ചോദിക്കുക, എന്ത് പറ്റി എനക്ക്? ഈ കാട്ടിക്കൂട്ടുന്നത് എത്രമാത്രം അപകട. വഹാബി മൗലവിമാരെ ലൈക്ക് കിട്ടിയേക്കാം, പിന്നെ പൻ്റെ ഒപ്പമുള്ളതാരാ? ഒരു നിലപാടുമില്ല, ഒരു നിലവാരമില്ല. വഹാബിയ സുന്യ ഒരു കഥയില്ലാത്ത ഒരു ചങ്ങായി ഉണ്ടല്ലോ, 10 മിനിറ്റ് വീഡിയോ ഇറക്കിയാൽ 8 മിനിറ്റ് ചിരിച്ചിട്ട് ഇളിയായിട്ട് അടക്കണ ചങ്ങായി ഉണ്ട്. ഓന് പണ്ടേ അങ്ങനെ ഏതോ ഭ്രാന്താലയത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു സാധനത്തിന്റെ മാതിരി, ഒരു തലക്ക് സുഖമില്ലാത്ത ചങ്ങായി. ഓന്റെ പേരെന്നെന്താ? ഓന്റെ ആശയം പോലെ തന്നെ ഒരു സങ്കരവർഗ ഉൽപ്പന്ന, പേരിൽ തന്നെ അങ്ങനെയല്ലോ, ഏതാന്ന് തിരിച്ചറിയാൻ പറ്റൂലല്ലോ. ആ രൂപത്തിലുള്ള ഒരു ചങ്ങായി. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് എനിക്ക് സ്റ്റേജ് കിട്ടും, ഓൻ ചിലപ്പോൾ എന്നെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ വന്നേക്കും. ഇതല്ലാതെ ദീനീപരമായിട്ട് എന്തെങ്കിലും നേട്ടം ഈ സമൂഹത്തിന് ഈ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഈ രൂപത്തിലുള്ള ഈ തോന്നിവാസങ്ങള് നീ ചെയ്തില്ലേ? മോശല്ലേ? അതിനിപ്പോ എന്നോട് ചീത്തറിഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? മീൻ പൊരിക്കാൻ ബാക്കിയുണ്ട്, ചീനാമുളകിന്റെ റിയാക്ഷൻ ഉണ്ടാകും, എന്ത് കിണാപ്പാടാ എന്നൊക്കെ ചോദിച്ചിൻ്റെ അടുത്ത് വന്നപ്പോ അനക്കാ പ്രയോഗം ഇഷ്ടമാന്ന് കണ്ടപ്പോ അനക്ക് തിരിച്ചു തന്ന്, അനക്ക് ഇഷ്ടമുള്ളപ്പോ അനക്ക് തിരിച്ചു തരണ്ട്. അത് തിരിച്ചു തന്നു നോക്കുമ്പോ ഇസ്രായേലിക്ക് ബോംബിട്ട് നോക്കുമ്പോ അമേരിക്കക്ക് വയറുവേദന. അനക്ക് അടി കിട്ടി നോക്കുമ്പോ, അനക്ക് ആദർശപരമായ ഒരു ഞൊട്ട് കിട്ടി നോക്കുമ്പോ നൈല് ബേജാറ് നമ്മളെ സങ്കരവർഗം ഡോക്ടർക്ക്. ആ ചങ്ങായിക്കേ 10 മിനിറ്റ് പ്രസംഗിക്കുക, 8 മിനിറ്റ് വിളിക്കുക. ആ ചങ്ങായി ഉണ്ടല്ലോ, ഓനിക്ക് ഹാല്. പിന്നെയുള്ള ആർക്ക? സൈബർ തൊഴിലാളികളായ AP സമസ്തയുടെ സൈബർ ഗുണ്ടകള്. എന്തേന്ന് മിഞ്ഞാന്ന് രാത്രിയൊക്കെ സുബ്ഹാനല്ലാ എന്റെ വാട്സപ്പിലേക്ക് എന്താടാച്ചു മനസ്സിലാക്കിയത്? എന്തേച്ച് കരുതുക? ഞങ്ങൾ അങ്ങനെ നിങ്ങള് ഒലത്തുങ്ങള്, നിങ്ങൾ എന്താടാ കാട്ടുക? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത് കേരള, ഇതിങ്ങനെ ഇത് വെള്ളരിക്കപ്പെട്ടണേ. നിങ്ങളാ തോന്നിയാസത്തിന് ഇങ്ങനെ നിങ്ങളെന്താ ഈ AP സമസ്തയുടെ ഗുണ്ടകള താലിബാനീസാന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താ താലിബാനാന്ന് മനസ്സിലാക്കിയത്? ആ കണ്ട് വെച്ചേക്ക്. ആദർശപരമായി മശായിഖന്മാര് പഠിപ്പിച്ച ഹക്കായ ദീനിനെതിരെ ഏവം പറഞ്ഞാലും ശരി, അത് വഹാബി പറഞ്ഞാലും മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞാലും ഹനീഫ മൗലവി കായക്കൊടി പറഞ്ഞാലും ഫൈസൽ മൗലവി പറഞ്ഞാലും ഏതൊക്കെ വഹാബി മൗലവിമാര് പറഞ്ഞാലും പുതിയ വഹാബിയായ പേരോട് പറഞ്ഞാലും പൊന്മള പറഞ്ഞാലും ഹക്കീം പറഞ്ഞാലും അതിനെതിരെ സാവിയത്തു സൂഫിയുടെ മക്കൾ ആദർശപരമായി പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഞങ്ങളെ മശായിഖന്മാരെ മദദിൽ അതിന് ഞങ്ങൾ ഒരുത്തനും പേടിക്കൂല, ഒരുത്തനും പേടിക്കൂല. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അപ്പൊ ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് വെച്ചേക്ക്. നല്ല നിലക്കാണോ അത് നമുക്ക് നല്ല രൂപത്തിലൊക്കെ ആക്കാം. നല്ല രൂപത്തിൽ ഈ നിഴലും ഈ ഈച്ചയിരിക്കലും, റസൂലുള്ളാഹിക്ക് നിഴലുണ്ട് എന്ന് പറയലും, റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഈച്ചയിരിക്കുന്ന പറയണതും, ഹബീബരായ തങ്ങള് സ്വപ്നത്തിൽ കണ്ടാല് അത് പിശാചായേക്കാന്നും ഇസ്തിഗാസ വിരുദ്ധതയും കുഴഞ്ഞു കിടക്കണ പിതാവിനെ പോലെയാണെന്നും ഇബ്നു തൈമിയ വെള്ളപൂശലും മടവൂര് ശൈഖുനാനെ കൊച്ചാക്കലും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പേരോട്, ഈ പൊന്മള, ഈ ഹക്കീം, ഇവരൊന്നല്ല ഞങ്ങളെ ഉസ്താദുമാര് പഠിപ്പിച്ച ഹക്കായ വഴിയിൽ ഞങ്ങളുണ്ട്. അല്ല പൊന്നാര സൂരിക്കുട്ട, അന്റെ ഉസ്താദ മാടവനെ ബ്രൈറ്റേലരല്ലേ? അയാള് സുന്നത്തിയമാഴത്ത് പഠിപ്പിക്കാനല്ലേ ഈ അധ്വാനിച്ച് അന്നെ കൊടുത്തിട്ട് സുഹരിയാക്കിയത്? ആ ഒരു ബാധ്യത മൂപ്പരോട് എനക്കില്ലേ? ഈ നാട്ടേരെ ഭക്ഷണം കഴിച്ചിട്ട്
ഈ സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ബിരുദെടുത്തിറങ്ങിയിട്ട് ഈ ബിദ്ഈ ആശയം ഈ വിസർജിക്കുമ്പോ, ഈ ബിദ്അത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കുമ്പോ, ഈ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ആളുകളെ കൂട്ടിക്കൊടുക്കുമ്പോ, സുന്നത്തി ജമാഅത്തിന്റെ പാരമ്പര്യത്തിനെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോ, മതസ്പർദ്ധയുണ്ടാക്കുമ്പോ, മതസൗഹാർദ്ദത്തിന് കേളികേട്ട കേരളത്തിൽ ആ പാരമ്പര്യത്തിനെതിരായി സ്പർദ്ധ വളർത്തുകയും അന്യമതക്കാരെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം തലേക്കെട്ട് കെട്ടി നടത്തുകയും ചെയ്യുമ്പോ ഈ പഠിച്ച സ്ഥാപനത്തോട് എനിക്കൊരു ബാധ്യതയില്ലേ സുഹരിക്കുട്ട? ആയതുകൊണ്ട് അയാളെ ശബ്ദം കേട്ടിരിക്കുന്ന ഏതൊക്കെ നിഷ്പക്ഷമതികളായ സാധാരണക്കാരുണ്ടോ, പൊതുജനങ്ങളുണ്ടോ, അവരോട് ഞങ്ങൾ പറയുന്നു, അയാൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നയാളല്ല, അയാൾ അഹ്ലുസുന്നയുമായി ബന്ധമില്ല. അയാൾ പറയുന്ന ആശയങ്ങളിൽ പലതും വഹാബിസമാണ്, സലഫിസമാണ്. അയാൾ പറയുന്നത് കേട്ട് അതാണ് ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണേ. ഇസ്ലാം സലഫിസമല്ല, ഇസ്ലാം വഹാബിസമല്ല, ഇസ്ലാം മൗദൂദിസമല്ല, ഇസ്ലാം തബ്ലീഗിസമല്ല, ഇസ്ലാം സൂഫിസമാണ്, ഇസ്ലാം മശായിഖന്മാരുടെ മാർഗമാണ്. സുഹരി അതിന്റെ പ്രതിപക്ഷത്താണ്, വഹാബികളുടെ കയ്യിലെ കളിപ്പാവയാണ്. ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അയാൾ പറയുന്ന ആശയം ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്ലാമിനെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്താൻ അയാളുടെ പ്രസംഗം ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണേ. അയാളും അഹ്ലുസുന്നയുമായി ബന്ധമില്ല.